ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂസ് മാസ്റ്റർ ബൈ ആദ്ര. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വർഷം അനൗൺസ് ചെയ്തിട്ടുള്ള നോബൽ പ്രൈസിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഈ ചാനൽ ആദ്യമായാണ് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ക്വിസിനൊക്കെ പങ്കെടുക്കുന്നവർക്കും PSC പോലത്തെയുള്ള മത്സര പരീക്ഷകൾക്ക് പങ്കെടുക്കുന്നവർക്കും വളരെ യൂസ്ഫുള്ളാണ്. വീഡിയോ മുഴുവനായി കാണുക. ആദ്യം തന്നെ നമുക്ക് ഇന്ത്യക്കാരും നോബൽ സമ്മാനമായ ഒരു ബന്ധം നോക്കാം. ഇതുവരെ ഇന്ത്യയിൽ നിന്ന് 13 പേർക്കാണ് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. അത് ഇന്ത്യൻ സിറ്റിസൺ ഉണ്ട്, ഇന്ത്യയിൽ താമസിച്ചവരുണ്ട്, ഇന്ത്യൻ വംശജരൊക്കെ ഉണ്ട്. അവർക്ക് ലിറ്ററേച്ചർ, പീസ്, ഫിസിക്സ്, എക്കണോമിക്സ്, കെമിസ്ട്രി വിഭാഗങ്ങളായിട്ടാണ് കിട്ടിയത്. ഏഷ്യയിലും ഇന്ത്യയിലും ആദ്യത്തെ നോബൽ കിട്ടിയത് അത് രവീന്ദ്രനാഥ് ടാഗോറിനാണ്. 1913 ലിറ്ററേച്ചറിനാണ്. രണ്ടാമതായി CV രാമന് ഫിസിക്സിൽ 1930 കിട്ടി. ഹർഗോബിന്ദ് ഖുറാന മെഡിസിന് 1968 മദർ തെരേസയ്ക്ക് പീസിന് 1979 ഫിസിക്സിൽ സുബ്രഹ്മണ്യ ചന്ദ്രശേഖരന് 1983 എക്കണോമിക്സിൽ 1998 അമർത്യ സെന്നും കെമിസ്ട്രിയിൽ 2009 വെങ്കട്ടരാമൻ രാമകൃഷ്ണനും 2014 കൈലാസ് സത്യാർത്ഥിക്ക് പീസിനും 2019 അഭിജിത്ത് ബാനർജിക്കും എക്കണോമിക്സിനായി നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് ഇതുവരെ, അതായത് ഇന്ത്യക്കാരായിട്ടുള്ള നോബൽ സമ്മാന ജേതാക്കൾ ഇവരാണ്. അല്ലാത്തവരുമുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ നോബൽ സമ്മാനം കിട്ടിയവരുടെ പേരും അവർക്ക് എന്തിനാണ് കിട്ടിയതും എന്നൊക്കെ നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ കെമിസ്ട്രിക്കാണ്. കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം കിട്ടിയത് സുസുമു കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമാർ യാഗി എന്നിവർക്കാണ്. ഇവർക്ക് എന്തിനാണ് കിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് നോബൽ സമ്മാനം കിട്ടിയത് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ്. ഈ വർഷത്തെ 2025 രസതന്ത്ര നോബൽ അവർക്ക് കിട്ടിയത്. ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക്സ് അവാർഡ് കിട്ടിയത് സുസുമു കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി. അടുത്ത നമുക്ക് ഫിസിക്സ് നോക്കാം. ഫിസിക്സിന് നമുക്ക് നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്നത് ജോൺ ക്ലാർക്ക്, മിച്ചൽ H. ഡെവററ്റ്, ജോൺ M. മാർട്ടിസൺ. അപ്പോൾ ഇവർക്ക് എന്തിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്? ഫോർ ദ ഡിസ്കവറി ഓഫ് മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ആൻഡ് എനർജി ക്വാണ്ടിസൈസേഷൻ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. അടുത്തത് വൈദ്യശാസ്ത്രത്തിനുള്ള നോബലാണ്. അത് മേരി ഇ ബ്രാങ്കോ, ഫ്രെഡ് റംസ്ദെൽ, ഷിമോൻ സകാഗുച്ചി. ഇവർക്ക് എന്തിനാണ് നോബൽ കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി സംബന്ധിച്ച് നിർണായക കണ്ടെത്തലിനാണ് ഇവർക്ക് 2025 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം കിട്ടിയത്. ഫോർ ദ ഡിസ്കവറീസ് കൺസേണിംഗ് പെരിഫെറൽ ഇമ്മ്യൂൺ ടോളറൻസ്. അപ്പോൾ പേരോർത്തോളൂ: മേരി ഇ ബ്രാങ്കോ, ഫ്രെഡ് റാംസ്ദെൽ, ഷിമോൻ സകാഗുച്ചി. അടുത്തത് എക്കണോമിക്സ് ആണ്. അതായത് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനമാണ്. ഇവർക്ക് നൂതന ആശയങ്ങളും സാമ്പത്തിക വളർച്ചയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിനാണ് 2025 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം നേടിയത്. ഇവരുടെ പേര് ജോയൽ മോക്കേർ, ഫിലിപ്പ് അഖിയോൺ, പീറ്റർ ഹോവിറ്റ് എന്നാണ് ഇവരുടെ പേര്. ഫോർ ദ തിയറി ഓഫ് സസ്റ്റെയിൻഡ് ഗ്രോത്ത് ത്രൂ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. അപ്പോൾ പേരോർത്ത് വയ്ക്കും. 2025 സാമ്പത്തിക ശാസ്ത്ര നോബൽ, 2025 എക്കണോമിക്സിൻ്റെ നോബൽ സമ്മാനം കിട്ടിയത് ജോയൽ മോക്കേർ, ഫിലിപ്പ് അഖിയോൺ, പീറ്റർ ഹോവിറ്റ്. അടുത്തത് ലിറ്ററേച്ചറിനാണ്. അതായത് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് ഒരു ഹംഗേറിയൻ റൈറ്ററായിട്ടുള്ള ലാസ്ലോ ക്രോസ്നഹോർക്കൈ.
ലാസ്ലോ ക്രോസ്നാഹോർക്കൈ എന്ന ഹംഗേറിയൻ എഴുത്തുകാരനാണ് ഈ വർഷത്തെ സാഹിത്യ നോബൽ ലിറ്ററേച്ചറിനുള്ള നോബൽ കിട്ടിയത്. അടുത്തത് സമാധാനത്തിനുള്ള നോബൽ, അതായത് സമാധാനത്തിന് വേണ്ടി പ്രയത്നിച്ചതിനുള്ള നോബൽ കിട്ടിയത് വെനിസ്വേലയിലെ പ്രതിപക്ഷ നേതാവും ജനാധിപത്യ പ്രവർത്തകയുമായ വ്യക്തിയായ മരിയ കൊറീന മച്ചാഡോ അല്ലെങ്കിൽ മരിയ കൊറീന മക്കേഡോ എന്ന വ്യക്തിക്കാണ് കിട്ടിയത്. അവർ വെനിസ്വേലയിലെ പ്രതിപക്ഷ നേതാവാണ്, അവിടുത്തെ ജനാധിപത്യ പ്രവർത്തനങ്ങൾക്കായി മുന്നോട്ടിറങ്ങിയ വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ഇതിനാണ് അവർക്ക് 2025 പീസിനുള്ള നോബൽ കിട്ടിയത് എന്ന് ഓർക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഫിസിക്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ അത് മലയാളം പറയാൻ വിട്ടുപോയി. അവർ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അതിൽ അവർ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ക്വാണ്ടിഫൈഡ് എനർജി ലെവലുകളും ഒക്കെ ഒരു കയ്യിലൊതുങ്ങുന്ന രീതിയിൽ അവതരിപ്പിച്ചു. അതിനാണ് അവർക്ക് നോബൽ സമ്മാനം കിട്ടിയത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ പറയാം. കെമിസ്ട്രിക്ക് നോബൽ കിട്ടിയത് സുസുമി കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമാർ എം യാഗിക്കും. ഫിസിക്സിന് ജോൺ ക്ലാർക്ക്, മിച്ചൽ എം ഡെവറോട്ട്, ജോൺ എം മാർട്ടിസൺ. മെഡിസിന് മേരി ഇ ബ്രൺകോ, ഫ്രെഡ് റാംസ്റ്റർ, ഷിമോൻ സക്കാഗുച്ചി. എക്കണോമിക്സിന് ജോയൽ മോക്കിർ, ഫിലിപ്പി ആഗ്യോൺ, പീറ്റർ ഹോവിറ്റിനാണ്. ലിറ്ററേച്ചറിന് ലാസ്ലോ ക്രോസ്നാഹോർക്കൈക്കും. പീസിന് സമാധാനത്തിന് മരിയ കൊറീന മക്കേഡോയ്ക്കുമാണ് സമ്മാനം കിട്ടിയത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ ഈ PDF ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.